കൃഷ്ണദ്വൈപായന വേദവ്യാസൻ മുതൽ ശങ്കരൻ, കപിലൻ, കണാദൻ, മാധ്വൻ, ചൈതന്യൻ, രാമാനന്ദൻ, ജയദേവൻ, നാമദേവൻ, തുക്കാറാം, തുളസീദാസ്, ഗുരുനാനാക്ക്, നാരായണ ഗുരു, എത്ര പേരാണ്. അവരൊക്കെ ഈ നാടിനെ ധന്യമാക്കിയിട്ടുള്ളവരാണ്. അതിനിടയിൽ ഖാജ മുഈനുദ്ദീൻ ചിശ്തി, നിസാമുദ്ദീൻ ഔലിയ, അമീർ ഖുസ്രു, ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി, അങ്ങനെ ഇങ്ങനെ പോന്ന് മഹാത്മാഗാന്ധി വരെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ. നെഹ്റുവും ഗാന്ധിജിയും തമ്മിലൊക്കെ പല കാര്യത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇന്ത്യ ജനിപ്പിച്ച മഹത്തുക്കളാണവർ എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കം? ആ മഹത്തുക്കളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചില്ലേ? അവരുടെ പാദസ്പർശത്തിൽ ഈ നാട് ധന്യമാവുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ എത്ര പേരാണ്. മഹാകവികളെ പോലെ രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ, അല്ലാമ ഡോക്ടർ സർ ഷെയ്ഖ് മുഹമ്മദ് ഇഖ്ബാലിനെ പോലെ അവരൊക്കെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ള മാർഗദർശനം നൽകിയിട്ടുള്ളവരാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകണം. അതിനുള്ള അടിയന്തരമായിട്ടുള്ള സംഗതികളാണ് ഇന്ന് പുലർത്തേണ്ടത്. മനുഷ്യൻ ധർമ്മബോധം സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ മതത്തെ കൊണ്ട് ഒരുപാട് നന്മകൾ ഇന്നും ജനിപ്പിക്കാൻ സാധിക്കും. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ ചാരിത്രത്തെക്കുറിച്ചോ സ്ത്രീകളുടെ ധർമ്മബോധത്തെക്കുറിച്ചോ പല ചർച്ചകളും നാട്ടിൽ നടക്കുന്നു. ഐതിഹ്യമായിരിക്കാം, എന്നാലും ഞാനൊരു സംഭവം ഓർത്തു പോവാണ്. പെരുന്തച്ചൻ, മലയാളികൾക്കിടയിൽ വളരെ പ്രസിദ്ധനായ പെരുന്തച്ചൻ. പെരുന്തച്ചൻ ഒരിക്കൽ മരം കൊണ്ടൊരു പക്ഷിയെ ഉണ്ടാക്കി. മരം കൊണ്ടുണ്ടാക്കിയ പക്ഷിയെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പെരുന്തച്ചൻ പറഞ്ഞു, പൊന്നു തമ്പുരാനെ, ഈ പക്ഷി പറക്കും. രാജാവ് ചോദിച്ചു, എടോ, താൻ മരം കൊണ്ടുണ്ടാക്കിയ പക്ഷി പറക്കുമോ? ഞാൻ പഴയ കേരളവും പുതിയ കേരളവും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഐതിഹ്യമാണെങ്കിൽ പോലും ഒരു ഉദാഹരണം പറയാം. അപ്പോ പെരുന്തച്ചൻ പറഞ്ഞു, ചാരിത്രശുദ്ധിയുള്ള പെണ്ണ് തൊട്ടാൽ പക്ഷി പറക്കും. ചാരിത്രശുദ്ധിയുള്ള പെണ്ണായിരിക്കണം. രാജാവ് ചോദിച്ചു, എടോ, ചാരിത്രശുദ്ധിയുള്ള പെണ്ണ് തൊട്ടാ പക്ഷി പറക്കുമോ? എന്നാ പരീക്ഷിച്ചു കളയാം. പരീക്ഷിക്കാൻ ഏറ്റവും നല്ല ആളാരാണ്? കെട്ടിലമ്മ, രാജാവിന്റെ സഹധർമ്മിണി. അതുകൊണ്ട് രാജാവ് തന്റെ ഭാര്യയെ വിളിപ്പിച്ചു. ചാരിത്രശുദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ട ആളല്ലേ, തൊട്ടാല് പറക്കുമല്ലോ നോക്കാൻ. കെട്ടിലമ്മ പോയി കുളിച്ചു, കസവ് നേരിയത് ചുറ്റി, തുളസിക്കതിരിലെ ചൂടി, വന്ന് തൊട്ടു. ഒരു വട്ടല്ല, പല വട്ടം തൊട്ടു. പക്ഷിയുണ്ടോ? പറക്കുന്നു. ക്രൂധനായ രാജാവ്, കോപിഷ്ഠനായ രാജാവ് പെരുന്തച്ചനെ ശകാരിക്കാൻ ഒരുങ്ങുമ്പോ പെരുന്തച്ചൻ പറഞ്ഞു എന്നാണ്, ഏമാൻ കോപിക്കരുത്, പക്ഷിയെ ഞാൻ പറപ്പിച്ച് കാണിച്ചു തരാം, എന്റെ പെണ്ണ് വരട്ടെ എന്ന്. അങ്ങനെ പെരുന്തച്ചന്റെ കുടിലിലെ പാവപ്പെട്ട പെണ്ണ് വന്നു, പെരുന്തച്ചന്റെ പത്നി വന്നു, തൊട്ടു, പക്ഷി പറന്നു എന്നാണ്. ഇത് ഐതിഹ്യമായിട്ട് എടുത്തോളൂ. പക്ഷേ ഐതിഹ്യങ്ങൾക്കകത്തുണ്ടാവും ചിലപ്പോ വലിയ സന്ദേശം, കഥകൾക്കകത്തുണ്ടാവും വലിയ കഴമ്പ്. അങ്ങനെ ഒരു കാലം കുടുംബിനിയുടെ, സഹധർമ്മിണിയുടെ, ആ വാക്കുപോലും സഹധർമ്മിണി, ഭാര്യ എന്ന് പറഞ്ഞാലല്ല, പത്നി എന്ന് പറഞ്ഞാൽ പോലും അർത്ഥം പൂർണ്ണമാകൂല. സഹധർമ്മിണി എന്ന് പറയുന്ന അങ്ങനെയുള്ള ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കണം. അതിന്റെയൊക്കെ ഭാഗമാണ് മനുഷ്യന്മാര് പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത്. അയൽപക്ക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നീ എന്റെ ആളല്ല. അവിടെ നിന്നും അയൽവാസിനെ പറഞ്ഞിട്ടുള്ളൂ. അയൽവാസി എന്ന മുസൽമാൻ എന്നെവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ കാണാനേ കഴിയില്ല. മനുഷ്യരെ, നിങ്ങളൊരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യരെ, നിങ്ങളൊരേ പിതാവിന്റെ, ഒരേ പുരുഷന്റെയും ഒരേ സ്ത്രീയുടെയും സന്തതികളാണ്. മനുഷ്യരെ, നിങ്ങൾ ഒരേ പിതാവിന്റെ പുത്രന്മാരാണ്. മനുഷ്യരെ, നിങ്ങൾ ആ പിതാവിന്റെ മക്കൾ. ആ പിതാവാകട്ടെ മണ്ണിൽ നിന്ന് വന്നവനും
നിങ്ങളൊക്കെ ഒരു ചീർപ്പിന്റെ പല്ല് പോലെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മനുഷ്യരുടെ ഐക്യമാണ്, സ്നേഹമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്കുകൂടി ചേർത്ത് പറയുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയണത്? അയൽവാസിക്ക് കൊടുക്കാൻ ആഹാരമില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്തേക്കണം, നിന്റെ വീട്ടിന്റെ വാതിലടച്ചേക്കണം. നീ നിന്റെ അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണത്തിന്റെ മണം നിന്റെ അയൽപക്കത്തെ പാവങ്ങളായ കുഞ്ഞുങ്ങളുടെ മൂക്കിലെത്താതിരിക്കാനെങ്കിലും നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന വാക്കുകളെ എത്ര വലിയ മനുഷ്യ സ്നേഹത്തോടുകൂടി മാത്രമേ നമുക്ക് ഏറ്റെടുക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് ആലോചിക്കണം. അതുകൊണ്ട് നമുക്കിന്ന് തിരിഞ്ഞു നോക്കേണ്ട കാലമാണ്. നന്മകളിലേക്ക് തിരിഞ്ഞു നോക്കണം. ചരിത്രം മറക്കരുത്. പഴശ്ശിരാജാവിന്റെ പേര് ഈ ക്ഷേത്രത്തിന്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോ പ്രിയ സ്നേഹിതൻ ശ്രീ സുന്ദരൻ ഒന്ന് രണ്ട് തവണ ആവർത്തിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ചരിത്രത്തിലെ നന്മകളെ സ്വീകരിക്കുക. ഇന്നലെ ക്യാപ്റ്റൻ രാജു ഞങ്ങളുടെ യോഗത്തിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. പ്രമുഖ നടനായ ശ്രീ ക്യാപ്റ്റൻ രാജു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ. അദ്ദേഹം ഇന്നലെ എന്നെ ഫോൺ വിളിച്ചിരുന്നു. എന്നിട്ട് എന്ത് പറയാനാ അദ്ദേഹം വിളിച്ചിരിക്കുന്നത്? പഴശ്ശിരാജാവിനെ പറ്റി എടുക്കുന്ന സിനിമയിൽ ഞാൻ ഉണ്ണിമൂസയുടെ വേഷം ചെയ്തിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പഴശ്ശിരാജാവും ഉണ്ണിമൂസയും തമ്മിലുള്ള ബന്ധം ഈ നാടിന്റെ സമുദായ മൈത്രിയുടെ ഒരു അധ്യായമാണ്. നമ്മൾ പലപ്പോഴും ഇന്നും എടുത്തു പറയാറില്ല. എടുത്തു പറയണം, ധാരാളമായിട്ട് എടുത്തു പറയാൻ സാധിക്കണം. വീരപഴശ്ശി ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ വജ്രമോതിരം വിഴുങ്ങി ആത്മാഹുതി ചെയ്യുമ്പോ ആ സമയത്ത് പഴശ്ശിയെ തുണക്കുന്നത്, പഴശ്ശിയോടൊപ്പം നിൽക്കുന്നത് ഉണ്ണിമൂസ എന്ന മുസൽമാനാണ്. അത് ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറന്നു കളയരുത്. ഇന്ന് നമ്മൾ പഴയ കഥകൾ മറക്കുന്നു. അതാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യ എന്ന ബ്രാഹ്മണനായിരുന്നു. നൂറുകണക്കിന് ജ്യോത്സ്യന്മാരെയാണ് ടിപ്പു സുൽത്താൻ തന്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്നത്. ഓർക്കണം, ഇസ്ലാം ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നില്ല. അവരുടെ രീതി അതായിരുന്നു. അവർക്ക് എല്ലാ മതസ്ഥരും സമുദായങ്ങളുമായിട്ട് ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഓർക്കണം, ടിപ്പു ഒറ്റുകൊടുത്തത് ഒരു ഹിന്ദു ആയിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് കോട്ടയിലേക്ക് കടന്നു വരാൻ ടിപ്പുവിനെ ഒറ്റക്കൊടുത്തത് മുസ്ലിം പേരുള്ള ഒരാളായിരുന്നു. അതൊക്കെ ഈ രാജ്യത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അക്ബറുടെ രാജകൊട്ടാരം